എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനാമികയുടെ വീട്ടിലാട്ടോ. അനന്തപുരിയിലോട്ട് വന്നിട്ടില്ല. നവയുടെ 7ാം മാസ ചടങ്ങിലൊന്നും പങ്കെടുക്കാതെ അവിടെ ഇരിക്കുവാണ്. അന്നേരം വേണു എടുത്തിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, മോളെ അനന്തപുരിയിൽ ഇതുപോലെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ മോൾ അവിടെ വേണ്ടതായിരുന്നു, മോൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോയേനെ, ആ നന്ദു അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോയേനെ. എനിക്ക് അനിയുടെ അടുത്ത് നിൽക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, പക്ഷെ ഞാനുള്ളപ്പം എൻ്റെ സ്ഥാനം അവൾ കൈയെടുക്കുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട്. പക്ഷെ അവൾ വരുന്നില്ലെന്നാണ് തോന്നുന്നത് എന്ന് അനാമിക പറയുവാണ്. അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് ഒക്കെ ആയിട്ട് വരുവാണ് അനാമികയ്ക്ക്. അത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, മോൾ അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിമുറുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ മാറിയിരിക്കുമല്ലായിരുന്നു ചെയ്യേണ്ടത്, അവിടെ പോയി ഫംഗ്ഷന് പങ്കെടുക്കണമായിരുന്നു എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അമ്മ എന്താ ഈ പറയുന്നത്, അവൾ എൻ്റെ കാരണത്തിൻ്റെ അടിച്ചതാണ്, എന്നെ കുറേ ചീത്തയും പറഞ്ഞു, അതിനൊന്നും ഒരു പ്രതികാരവും തിരിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നിട്ട് അവളുടെ ഫംഗ്ഷന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയും. അന്നത്തേക്കും രേവതിക്ക് ദേഷ്യം വരും. രേവതി വേണുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ ലോകത്തുള്ള ഗുണ്ടകളായിട്ട് മൊത്തം ബന്ധമുള്ളൊരു മനുഷ്യനാണ് ഈ നിൽക്കുന്നത്, എന്നിട്ടും നമുക്കിട്ട് തല്ല് കിട്ടിയിട്ട് അതിനൊരു പരിഹാരം ചെയ്യാനോ അവർക്കിട്ട് തിരിച്ചു കൊടുക്കാനോ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം വേണു പറയുന്നുണ്ട്, ഇനി അതിൻ്റെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് നന്ദു എന്ന് പറയുന്ന ആ പെണ്ണ് SI ആകാൻ പോവുക, ആ സമയത്ത് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല എന്ന് പറയുമ്പം രേവതി വീണ്ടും അനാമികയോട് പറയുന്നുണ്ട്, മോളെ നന്ദു SI ആയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് മോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അവളുമാരെല്ലാം ഒരു വലിയ രഹസ്യം മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്, അതങ്ങാനും പുറത്തായിട്ടുണ്ടെങ്കിൽ മോക്കറിയാലോ എന്നിങ്ങനെ പറയുക. അന്നേരം അനാമിക പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്, അവൾ വരുന്നുണ്ടെങ്കിൽ അവൾ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ നിയന്ത്രണം വിടും, ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, അപ്പോൾ അവളുമാരും എല്ലാം വിളിച്ചു പറയുന്ന അവസ്ഥയെത്തും, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറയും. അന്നേരം അനാമികയോട് രേവതി ചോദിക്കുകയാണ്, അവിടുത്തെ ട്രസ്റ്റിൽ ആ ട്രസ്റ്റിൽ മോളെ ഇതുവരെ അംഗമാക്കിയിട്ടില്ലല്ലോ, അതിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും മോളൊന്ന് അംഗമാകാൻ നോക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അങ്ങനെ അംഗമാകണമെങ്കിൽ ഞാൻ ആരോടാ പറയേണ്ടത്, അനിയോട്, അവനോട് പറഞ്ഞാൽ എന്തെങ്കിലും സാധിക്കുമോ എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ, പിന്നെ ആ വീട്ടിൽ കയറുമെന്ന ഒരു മരുമക്കളും ട്രസ്റ്റിൽ അംഗമല്ല, ആ സ്ഥിതിക്ക് എന്നെ അംഗമാക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം രേവതി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, മോൾ എങ്ങനെയെങ്കിലും അനിയുടെ അമ്മയെ ഒന്ന് സോപ്പിട്ട് മോൾ അതിൻ്റെ അകത്തൊന്ന് കയറി കൂടാൻ നോക്ക്, അനിയുമായിട്ട് ഇനി ബന്ധം ഏർപ്പെടുത്തേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിലും മോൾക്ക് തക്കതായ കോമ്പൻസേഷൻ കിട്ടണം, അതിനു വേണ്ടി അമ്മ ഈ പറഞ്ഞു തരുന്നതെന്ന് രേവതി പറയുമ്പം അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന അനാമികയെ കാണിക്കുന്നുണ്ട്. പിന്നെ നന്ദുവിനെയാട്ടോ കാണിക്കുന്നത്. നന്ദു അനന്തപുരിക്ക് പോകുന്നുണ്ട്. റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നതേക്കും അങ്ങോട്ടേക്ക് കനക വരും. എന്നിട്ട് മോൾ ഇതുവരെ റെഡി ആയില്ലേ എന്ന് ചോദിക്കും. അന്നേരം നന്ദു പിന്നെയും ചോദിക്കുകയാണ്, അമ്മ ഞാൻ വരേണ്ട കാര്യമുണ്ടോ അനന്തപുരിക്ക്, ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പലർക്കും ഇഷ്ടപ്പെടുകയില്ല, അത് പിന്നെ വേറെ പ്രശ്നമാകുകയില്ല എന്ന് ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട്, അതൊന്നും ഉണ്ടാകുകയില്ല, മോൾ അവിടെ വന്ന് മര്യാദയ്ക്ക് അവിടെ നിന്നാൽ മതി, അനിയോട് കൂടുതൽ മിണ്ടാനൊന്നും പോകണ്ട, അങ്ങനെ ചെയ്താലാണ് അനാമികയ്ക്കോ അല്ലെങ്കിൽ അനിയയുടെ അമ്മയ്ക്കൊന്നും ഇഷ്ടമില്ലാതെ വരുന്നത്, മോളെ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്ന് അവിടുന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇനി മോളെയും കൊണ്ട് ചെന്നില്ലെങ്കിൽ അവർക്കത് ഇഷ്ടമാകില്ല, അതുകൊണ്ട് മോള് റെഡിയായേ പറ്റുള്ളൂ എന്ന് പറയും. എന്നിട്ട് പറയുക, മോളെ നമ്മൾ അങ്ങോട്ട് ഒരുമിച്ച് പോകുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു സന്തോഷ വാർത്തയാണ്, അത് ഏതായാലും മോളോട് പറയാം, റെഡിയായിട്ട് അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞിട്ട് കനക അങ്ങോട്ട് പോകുമ്പം അതെന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുവാണ് നന്ദു. പിന്നെ കാണിക്കുന്നത് അനിയാണ്. എനിക്ക് ആകെ വിഷമമാട്ടോ, ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിലൂടെ നയൻ എങ്ങ് പാസ് ചെയ്യുന്നത് കാണുന്നത്. അന്നേരം വിളിച്ച് ചോദിക്കും, ഏട്ടത്തി അവിടുന്ന് ആരൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കും. നേരെ നയനയ്ക്ക് കാര്യം മനസ്സിലാവും. നയന പറയുന്നുണ്ട്, അവിടുന്ന് അച്ഛനും അമ്മയും എന്നൊക്കെ ചിലപ്പോൾ നന്ദുവും വരുമായിരിക്കും എന്ന് പറയുവാണ്. അത്തേക്കും ഫോൺ എടുക്കുന്നത് ഏട്ടത്തിയുടെ അമ്മയാണ്, അതുകൊണ്ട് ഒന്നും അറിയാൻ സാധിച്ചില്ല എനിക്ക് എന്ന് പറയും. അന്നേരം നയൻ ചോദിക്കുന്നുണ്ട്, ഞാൻ അനിയോട് ഇതിനു മുമ്പും പറഞ്ഞതാണ് നന്ദുവിന് ഫോൺ വിളിക്കരുത്, അവളോട് അടുപ്പം കാണിക്കരുത് എന്ന്, പിന്നെ എന്തിനാ അനി അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അനാമികയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്നുള്ള കാര്യം അനിക്ക് അറിയാവുന്നതല്ലേ, നമ്മുടെ കൂടെ ഒരു പങ്കാളി വന്നു കഴിഞ്ഞാൽ ആ പങ്കാളിയുടെ ഇഷ്ടം കൂടെ നോക്കി വേണ്ടേ നമ്മൾ ജീവിക്കാൻ എന്നൊക്കെ നയനെ ചോദിക്കുവാണ്. അന്നേരം അനി ചോദിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാണ് ഏട്ടത്തി ഈ പറയുന്നത്, ഞാനും നന്ദു നല്ല ഫ്രണ്ട്സാണ്, ഞങ്ങൾ മിണ്ടുന്നതുകൊണ്ട് എന്താ പ്രശ്നം, ഇതിപ്പോൾ തന്നെ ഏട്ടത്തിയുടെ നല്ലൊരു ഫ്രണ്ടല്ലേ കല്യാണി ചേച്ചിയുടെ മിണ്ടരുത് എന്ന് ആദർശേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുമോ ഏട്ടത്തി എന്ന് ചോദിക്കുക. അന്നേരം നയന പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു സൗഹൃദത്തെ പറ്റിയല്ല പറഞ്ഞത്, ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദത്തെ
സൗഹൃദത്തെ പറ്റിയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അനി ചോദിക്കും, ആണും പെണ്ണും തമ്മിൽ സൗഹൃദം ഉണ്ടായാൽ എന്താ പ്രശ്നം, അത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം നയന വീണ്ടും പറയുന്നുണ്ട്, അനി നന്ദുവായിട്ട് അടുക്കുകയോ അവളോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അനാമികയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവൾ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എനിക്ക് താല്പര്യമില്ല. അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും കുറച്ച് അകന്ന് നിന്നാൽ മതി. നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞതുകൊണ്ടും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് എൻ്റെ സ്വരം കടുക്കാത്തത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തേക്കരുത് എന്ന് പറഞ്ഞിട്ട് നയനി അങ്ങോട്ട് പോകുമ്പം ഭയങ്കര സങ്കടമാകുന്നുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന നേരെ ചെല്ലുന്ന ദേവയാനിയുടെ അടുത്തോട്ടാണ്. ദേവയാനിയും എല്ലാവരും ഭയങ്കര ഒരുങ്ങുന്ന ആൾക്കാരാണല്ലോ അനന്തപുരിയിലുള്ളത്. ദേവയാനി ഒരുങ്ങി നിൽക്കുന്നു. കാണുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് അമ്മയെ കാണാൻ, പ്രത്യേകിച്ച് ഈ സാരിയിൽ എന്ന് പറയുമ്പം അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം മോൾക്കാണ് എന്ന് പറയും. അന്നേരം ഈ സാരി മോൾക്ക് ചേരുന്നുണ്ട് എന്ന് ദേവയാനി പറയുമ്പോൾ, ആണോ, അത് ആദർശേട്ടനും പറഞ്ഞു, അന്നേരം തന്നെ ഞാൻ ആദർശേട്ടനോട് പറഞ്ഞു ഇത് എനിക്ക് അമ്മ എടുത്തു തന്നാണെന്ന് പറഞ്ഞു എന്ന് പറയും. അധികം ദേവയാനിക്കൊരു ഞെട്ടലാണ്. അന്നേരം നയന പെട്ടെന്ന് അങ്ങ് ചിരിക്കും. ആഹാ, അപ്പം എന്നെ പറ്റിച്ചതാണല്ലേ എന്നിങ്ങനെ ചോദിക്കും. പിന്നെ അല്ലാണ്ട് ഞാനിത് ആദർശേട്ടനോട് പറയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് നയന പറയുവാണ്, അമ്മ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് സീരിയസ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയാനാണ്. അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നന്ദു ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം അനിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അവർ സൗഹൃദത്തിൻ്റെ പേരിലായാലും അങ്ങനെ അടുക്കുന്നത് ശരിയല്ല എന്ന് നയന പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് മോൾ വിഷമിക്കേണ്ട, അനിയെ ഞാൻ ഉപദേശിച്ചോളാം, മോൾ ഒന്നുകൂടെ ഒന്ന് നന്ദുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദു SA ആയിട്ട് പോകുന്നതിന് മുമ്പ് SA ആകാൻ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് മോളെ ഇവിടെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അത് ചെയ്യേണ്ടതുമാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്ന് ദേവയാനി പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വലിയ പ്രശ്നമില്ല, 7ാം മാസത്തെ ചടങ്ങിന് ചേച്ചി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാനും പോകുമല്ലോ, ആ സമയത്ത് ഞാൻ നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, ആ സമയത്ത് അമ്മ അനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റു. അവർ തമ്മിൽ അടുത്തിട്ടുണ്ടെങ്കിൽ സൗഹൃദത്തിൻ്റെ പേരിലാണെങ്കിലും അടുത്തിട്ടുണ്ടെങ്കിൽ അനിയുടെ മനസ്സിൽ നിന്ന് അനാമിക പുറത്തേക്ക് പോകും, അവർ തമ്മിൽ പിരിയും, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് മോളെ, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് ദേവയാനി പറയുന്നു. എങ്കിൽ അമ്മ റെഡിയായി അങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞിട്ട് നയന പുറത്തേക്ക് പോവാണ്. അന്നേരം ചെറിയൊരു ടെൻഷനുണ്ട് ദേവയാനിക്ക് അനിയുടെ കാര്യം ഓർക്കുമ്പോൾ. പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനെയും കനകയാണ്. ഗോവിന്ദൻ ഇന്ന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ദേവയാനി നയനെ സ്നേഹിച്ച് തുടങ്ങിയതുകൊണ്ട് തന്നെ ഇനി അനന്തപുരി വന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകിയല്ലോ, ആ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട് എന്ന് കനകയോട് പറയുന്നുണ്ട് ഗോവിന്ദൻ. അന്നേരമാണ് അങ്ങോട്ട് നന്ദുവും തന്നെ. അപ്പോൾ നന്ദു ചോദിക്കും, രാവിലെ തൊട്ട് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കും. അന്നേരം കനക പറയുന്നുണ്ട്, കാര്യമൊക്കെ ഉണ്ട് മോളെ, നമ്മളൊന്നും അറിയാത്തൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നയനമോളുടെ അമ്മായിമ്മ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷെ അതൊന്നും നയനമോൾ നമ്മളോട് പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറയും. അന്നേരം അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് ചോദിക്കും. അന്നേരം കനക പറയുന്നുണ്ട്, അതെൻ്റെ കൺമുന്നിൽ കണ്ടതല്ലേ, ആ പ്രായശ്ചിത്തക്കാവിൽ രണ്ടുപേരൂടെ വന്നു, അത് കഴിഞ്ഞ് വഴിപാടെല്ലാം കഴിഞ്ഞ് പോയതിന് ശേഷം പുറത്ത് വെച്ച് മോളുടെ തലയിൽ നിറച്ച് മുല്ലപ്പൂ മേടിച്ചു കൊടുക്കുകയും രണ്ടുപേരും തമ്മിൽ ഒരുപാട് സ്നേഹത്തോടെ പെരുമാറുന്നു ഒക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് കനക പറയും. നന്ദു പറയുന്നുണ്ട്, ആഹാ, അങ്ങനെ ഒരു സംഭവമൊക്കെ ഇതിനിടയ്ക്ക് നടന്നോ, എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. കാരണം ഒരു ഫോൺ നമ്പർ തന്നിട്ട് അത് ആരുടേതാണ് എന്ന് സൈബർ സെല്ലിൽ നിന്നൊന്ന് അറിയാവോ എന്ന് ചേച്ചി ഒരിക്കലും എന്നോട് ചോദിച്ചായിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്നപ്പം ആ നമ്പർ ചേച്ചിയുടെ അമ്മായിമ്മയുടെ തന്നെയായിരുന്നു. അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നതാണ് എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞതായിട്ട് ഭാവിക്കുകയേ വേണ്ട, അവിടെ ചെന്നിട്ട് നമ്മളിതൊന്നും അറിയാത്ത രീതിയിലേ നിൽക്കാവുള്ളൂ എന്ന് പറയുമ്പം നന്ദു പറയും, അത് അത്രയൊക്കെ തന്നെയുള്ളൂ, പക്ഷേ എനിക്ക് അങ്ങോട്ട് വരുന്നതിൽ ഇപ്പോഴും വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല, മോൾ അവിടെ ചെന്നിട്ട് അനിയെ മൈൻഡ് ചെയ്യാതെ ഇരുന്നാൽ മതി എന്ന് കനക പറയുന്നുണ്ട്. പിന്നെ പോകാൻ വേണ്ടി റെഡിയാകുന്നു. അവർ പലഹാരങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി അകത്തോട്ട് പോവുകയാണ്. ഈ സമയം നമ്മുടെ നയന നവ്യയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. നവ്യ ഒരുങ്ങി നല്ല സുന്ദരിക്കുട്ടിയായിട്ട് ഇരിക്കുക. അന്നേരം സാരിയെ പറ്റിയൊക്കെ ചോദിക്കുന്നു. നീ എടുത്തു തന്ന സാരി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നവ്യയും പറയുന്നുണ്ട്. അന്നേരം നയന് ചോദിക്കുകയാണ്, അബി എന്തി എന്ന്. ചേച്ചിക്ക് മുല്ലപ്പൂ മേടിക്കാൻ പോയിട്ട് കണ്ടില്ലല്ലോ ഇതുവരെ അവനെ എന്നിങ്ങനെ പറയുമ്പോൾ, അവൻ മുല്ലപ്പൂ മേടിക്കാനൊന്നും പോയതായിരിക്കില്ല, വല്ല പെണ്ണുങ്ങളുടെ അടുത്തേക്കായിരിക്കും പോയതെന്ന് പറയുമ്പോൾ, ഇതെന്താ ചേച്ചി ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം
അന്നേരം നവ്യ പറയുന്നുണ്ട്, ഇതൊന്നും മോൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. ഈ റൂമിൽ എൻ്റെ അടുത്തിരിക്കുമ്പോഴും അവൻ്റെ മനസ്സ് ഇവിടെ ഒന്നുമല്ല, അവൻ വേറെ പലതും ചിന്തിച്ചുകൊണ്ട് നടക്കുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാലും അവൻ എന്നെ വിളിക്കാൻ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അന്നേരം നയന പറയും, അങ്ങനെ വിളിക്കാൻ വരാതിരുന്നാൽ ശരിയാകിയല്ലോ, ഇവിടെ വേറെ ആൾക്കാരുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, അങ്ങനെ മറ്റുള്ളവരെ നിർബന്ധിച്ചിട്ട് വേണോ നയനെ നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ടത്? നമ്മുടെ ഭർത്താവ് മനസ്സിൽ ഇഷ്ടം തോന്നി കൂട്ടിക്കൊണ്ട് വരണ്ടേ? പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെ ജീവിതത്തെ പലപ്പോഴും ശപിക്കാറുണ്ട്, ഇങ്ങനെ ഒരുത്തിനെ ഞാൻ സ്നേഹിച്ചല്ലോ എന്നോർത്ത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ചേച്ചിക്ക് ചേരുന്ന വേറൊരാൾ ചേച്ചിയെ ഇഷ്ടപ്പെട്ടതായിരുന്നല്ലോ, അവിടെ നാടകം കളിച്ച് ആ ജീവിതം വേണ്ടാന്ന് വെച്ചത് ചേച്ചിയല്ലേ എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അതിൻ്റെ പേരിൽ എനിക്കിന്ന് ഒരുപാട് സങ്കടമുണ്ട്, പക്ഷേ നിനക്ക് നല്ലൊരു ജീവിതം അതുകൊണ്ട് കിട്ടിയല്ലോ എന്നോർക്കുമ്പോൾ സന്തോഷമുണ്ട് എന്ന് പറയും. എന്നിട്ട് അതൊക്കെ പോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നവ്യനെ ഒന്നുകൂടി ഒന്ന് ടച്ചപ്പ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് സുന്ദരിയാക്കാൻ വേണ്ടി ഒരുക്കുവാണ് നയന. അതിനിടയ്ക്ക് നവ്യ പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിൻ്റെ അമ്മായിയമ്മയ്ക്ക് നിന്നോട് ഇപ്പോൾ ഇത്തിരി സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കും. അന്നേരം നയന പറയും, അങ്ങനെ സ്നേഹമൊന്നുമില്ല, ആദർശേട്ടനോട് ഒരുപാട് സ്നേഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാതിരിക്കാനും ആദർശേട്ടൻ്റെ ഒപ്പം നിൽക്കാനും വേണ്ടിയാണ് അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നൈസായിട്ട് അങ്ങ് രക്ഷപ്പെടുവാണ് നയന. പിന്നെ കാണിക്കുന്നത് ഫംഗ്ഷന് വേണ്ടി എല്ലാം എടുത്തു വെച്ചിട്ടൊക്കെ ഉണ്ട്. അന്നേരം ദേവയാനി ജലജയോട് ചോദിക്കുവാണ്, നിൻ്റെ മകൻ ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലേ? ഈ സമയത്ത് വേണമായിരുന്നോ അവന് മുല്ലപ്പൂ മേടിക്കാൻ പോകാൻ? അങ്ങനെ മുല്ലപ്പൂ മേടിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഇന്നലെ മേടിച്ചു കൊടുക്കണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ജാനകി ജലജയോട് ചോദിക്കുക, എന്താ അവളെ കൂട്ടിക്കൊണ്ട് പോകാറായത്തേക്കും അവളോട് സ്നേഹം കൂടിയോ എന്ന്. അന്നേരം ജലജ പറയാം, അതൊന്നുമല്ല, അവളെ അവൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മളെല്ലാവരും ഒന്ന് കരുതിക്കോട്ടെ എന്നോർത്ത് കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകളാണ് ഇതൊക്കെയെന്ന് ജലജ പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, 2 ദിവസമായിട്ട് അവൻ എന്തോ കുഴപ്പമുണ്ട്, ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നാലും അവൻ്റെ മനസ്സ് ഇവിടെയൊന്നും അല്ല എന്ന് പറയുമ്പം ജലജ പറയും, അത് നേരെ, അത് ഞാനും ശ്രദ്ധിച്ചായിരുന്നു എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയാണ്. മുത്തശ്ശൻ പറയുവാണ്, വിഷുവിന് നല്ല സെയിൽ ഉണ്ടാകുമെന്ന് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായല്ലോ, അങ്ങനെയാണെങ്കിൽ വിഷുവിന് നിങ്ങളുടെ കൂടെ കൂടണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പം ആദർശ പറയും, ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മുത്തശ്ശൻ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുവാണ്, അസുഖത്തിൻ്റെ പേര് പറഞ്ഞ് ഈ വീട്ടിലിരുന്ന് മടുത്തു, അതുകൊണ്ട് ഇവിടുന്ന് പുറത്ത് ചാടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, പക്ഷേ ഞാൻ വിടിയല്ല കേട്ടോ എന്ന് മുത്തശ്ശിയും പറയും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നവ്യ ഇറങ്ങി വരുന്നു. നവ്യ ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് വന്നേക്കുന്നത്. അന്നേരം മുത്തശ്ശി പറയും, ആഹാ നല്ല സുന്ദരിക്കുട്ടിയാണല്ലോ, ഒരുക്കിയത് നയനമോളായിരിക്കൂലേ എന്ന് ചോദിക്കും. അന്തെങ്കിലും ജലജയൊക്കെ അങ്ങോട്ട് വരുവേ. അപ്പോൾ ജലജ പറയും, ഈ ഒരു ദിവസം ഒരു ബ്യൂട്ടീഷ്യനെ വേണേൽ വിളിക്കായിരുന്നു എന്ന് പറയുവാണ്. അന്നേരം അവിടെ നിന്ന് അജയൻ പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും, അതായത് നമ്മുടെ ജാനകിയും ജലജയും രാവിലെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് വന്നതാണ് എന്ന് പറയും. അന്നേരം ജയൻ പറയുക, എന്നിട്ട് മോളൊരുക്കി അത്രയും സുന്ദരികളായില്ലല്ലോ നിങ്ങൾ, അങ്ങനെയായിരുന്നെങ്കിൽ മോളുടെ സഹായം തേടിയാൽ പോരായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ജാനകി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവളുടെ സഹായമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയും. എന്നിട്ട് ജാനകി ചോദിക്കുവാണ്, നന്ദു ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന്. അന്നേരം അത് ഞങ്ങളുടെ അനിയത്തിയല്ലേ, അവൾ വന്നാൽ എന്താ കുഴപ്പം എന്ന് നവ്യ ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ ഒരു ദിവസമെങ്കിലും അനാവശ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ പേരിൽ ഇവിടെ വഴക്കുണ്ടാക്കിയേക്കരുത് എന്ന് മുത്തശ്ശൻ ഇച്ചിരി കടുപ്പത്തിൽ അങ്ങ് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതിനിടയ്ക്ക് മുത്തശ്ശി ഒരു പെട്ടിക്കകത്ത് നിറച്ച് സ്വർണ്ണം എടുത്തിട്ട് അത് നവ്യയ്ക്ക് കൊടുക്കുവാണ്. ഇത് മോൾക്ക് തരാൻ വേണ്ടി ഞാൻ കാത്തു വെച്ചിരുന്നതാണെന്ന് പറയും. അത് കാണുമ്പോഴത്തേക്കും നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ജലജ മനസ്സിലോർക്കുക, അവൾക്ക് ഒരു അർഹതയില്ല, എന്നിട്ടും ആ മോഹത്തെ സന്തോഷം കണ്ടില്ലേ എന്നിങ്ങനെ മനസ്സിലോർക്കും. എന്നിട്ട് പറയുവാണ്, അവൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും എന്താ കുഴപ്പം, ഇപ്പോൾ സ്വർണ്ണത്തിൽ മൂടിയല്ലേ പോകാൻ പോകുന്നത് എന്നിങ്ങനെ പറയും. അന്നേരം മുത്തശ്ശൻ ചോദിക്കും, അങ്ങനെയല്ലേ അനന്തപുരിയിലെ മരുമക്കൾ ഇവിടുന്ന് 7-ാം മാസ ചടങ്ങ് കഴിഞ്ഞ് പോകേണ്ടത്, അല്ലാതെ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കാനുള്ളതാണ്, ഇങ്ങനെയുള്ള ചടങ്ങുകൾ വരുമ്പോൾ അത് ദേഹത്ത് അണിയാൻ കൂടി ഉള്ളതാണ് എന്ന് പറയുവാണ്. പക്ഷേ ജലജയ്ക്ക് അത് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആ സ്വർണ്ണപ്പെട്ടിയെ നോക്കി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് ജലജ. അന്നേരം ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുന്ന നയനയും നവ്യയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.